കണ്ണൂർ മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985-86 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് അവൈ ഷൺമുഖിയുടെ പെർഫോമൻസിനായിരുന്നു. ആ വീഡിയോ ഇപ്പോൾ വൈറലാണ്. ആ പെർഫോമൻസിലൂടെ സദസ്സിനെ സന്തോഷിപ്പിച്ച ചിത്ര പി വിയും പിന്തുണയ്ക്കായി എത്തിയ ശശി ബാബുവാണ് ഇന്ന് നമുക്കൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും ന്യൂസ് 3യിലേക്ക് സ്വാഗതം. രണ്ടുപേരുടെയും വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് പ്രകടനം. എന്തായാലും ചിത്ര ചേച്ചിയും ശശിയാണ് നമുക്കൊപ്പം ചേരുകയാണ്. രണ്ടുപേർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. വൈറലായി വീഡിയോ, നിങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും വൈറലായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് കണ്ടു, സന്തോഷിച്ചു അല്ലേ? എന്താണ് ചിത്ര ചേച്ചി പറയാനുള്ളത്? സന്തോഷം. എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന് സന്തോഷിക്കുന്നു. അതെ, ഈ അവൈ ഷൺമുഖി ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? ഐഡിയ പണ്ട് ഫിലിം കണ്ടപ്പം, അപ്പോഴേ എനിക്കിങ്ങനെ കുറച്ച് വലുതായ സമയത്ത് ഞാനിങ്ങനെ ഒരു ഫാൻസി ഡ്രസ് മനസ്സിൽ വന്നപ്പോ ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോ ഇത് 4ാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്യുന്നത്. 4ാമത്തെ വേദിയാണ് ഹിറ്റ് ആയതല്ലേ? 4ാമത്തെ വേദി ആണോ? ശശിയേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു അവിടെ പ്രകടനം? അതിന്റെ ഇടയ്ക്ക് ഒരു നന്നായി സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു. എങ്ങനെയാണ് വേദിയിലേക്ക് എത്തിയത് നിങ്ങൾ രണ്ടുപേരും കൂടി? നമ്മളെ ഐഡിയ ഉണ്ടായിരുന്നു, നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പൊ പടത്തിലും അങ്ങനെ ചെറിയൊരു റോൾ ഉണ്ട്, പിന്നെ വില്ലൻ റോൾ ഉണ്ട്. ഈ അവൈ ഷൺമുഖിയെ പിന്നെ വളക്കാൻ വേണ്ടി വരുന്ന ഒരു സീൻ ഉണ്ട് അവിടെ കയറിയിട്ട്. അപ്പൊ അടിച്ചു തൊഴിച്ചു പോകുന്നത് തന്നെയാണ് അവരെ. ഭയങ്കര ബോൾഡായ സ്ത്രീയല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മള് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്ക് കയറി വരും, അപ്പൊ നീ എന്നെ ചവിട്ടി താത്തണം, പിടിക്കണം എന്നൊക്കെ പറഞ്ഞു. അതന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് പിന്നെ പോയത് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു പുതിയ കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല, അവൈ ഷൺമുഖി അത്രയും ഹിറ്റായ സിനിമയായിരുന്നു. അതുപോലെ തന്നെ അത് ഷൺമുഖി അല്ല ഷൺമുഖനാണ് എന്നുള്ളതൊക്കെ പുതിയ കുട്ടികൾ ചിലപ്പോ ഇത് കണ്ടിട്ട് ആ സിനിമയൊക്കെ അന്വേഷിച്ചു പോയി കാണുമായിരിക്കും. ആയിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട് ഇപ്പൊ. ആണല്ലേ? ചേച്ചി, ചിത്ര ചേച്ചി എങ്ങനെയാണ് ഈ ഡാൻസ് വല്ല പഠിക്കുന്ന എങ്ങാനും ഉണ്ടോ? എങ്ങനെയാണ് ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഇത് എങ്ങനെയാണ് ഈ ഒരു ഡാൻസിലേക്ക് എത്തിയത്? ഞാൻ ഡാൻസ് പഠിക്കുന്നൊന്നുമില്ല. ആ മ്യൂസിക് വരുമ്പോ അതിന് കണക്കായി ഇങ്ങനെ ആ താളം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ്. ഡാൻസ് ഒന്നും പഠിക്കാത്ത ഒരാളാണ് ചിത്ര ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം. ഒരു മ്യൂസിക് ഇട്ട് കൊടുത്താൽ ഭയങ്കരമായിട്ട് ഡാൻസിനെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ ഇപ്പോൾ അതെ പറഞ്ഞോളൂ. നാടകം, ഡാൻസ് എല്ലാം ഉണ്ട്. ശരി, ഞാൻ ചോദിക്കുന്നത്, നേരത്തെ പറഞ്ഞായിരുന്നു ഇത് 4ാമത്തെ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു ചിത്ര ചേച്ചി. നേരത്തെ സ്റ്റേജുകളൊക്കെ എവിടെയൊക്കെ ആയിരുന്നു? അതും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ തന്നെയായിരുന്നോ കളിച്ചത്? എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു വായനശാലയുടെ കെട്ടിടോദ്ഘാടനത്തിന് ഒരു പ്രാവശ്യം ടൈം കളിച്ചു, ഒരു 28 ഇയേഴ്സില്. പിന്നെ ഒരു സ്കൂളിന്റെ ഇതേപോലെ ഒരു 3 വർഷം മുന്നേ സ്കൂളിന്റെ ഒരു ഹാളിൽ വെച്ച് ചെയ്തു, ഈ മീറ്റിൽ തന്നെ, മീറ്റപ്പോ തന്നെ. അതും അങ്ങനെ പ്രിപ്പയർഡ് അല്ലായിരുന്നു. പക്ഷെ ഈ നവരാത്രിക്ക് ഞാനിവിടെ നമ്മളെ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു മന്ദിരമുണ്ട്, അവിടെ കളിച്ചപ്പോ അത് നല്ല ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് മീഡിയയിലൊന്നും ആരും ഇട്ടിട്ടില്ല. അതായിരുന്നു ഗംഭീരമായിട്ട് കളിച്ചതല്ലേ? അതായിരുന്നു പക്ഷെ സ്റ്റേജിൽ ഗംഭീരമായിട്ട് കളിച്ചത്. അതിനുശേഷം വൈറലായത് പക്ഷെ ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ പറയാൻ വരുമായിരുന്നു, ശശിയേട്ടനും കൂടി വന്നോണ്ടായിരിക്കും ചിലപ്പോ വൈറലായതെന്ന്. വേറൊരു പാട്ടും കൂടി ഉണ്ടായിരുന്നല്ലേ രണ്ടുപേർക്കും? ശാരദാംബരം. അതിന്റെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് വീട്ടിൽ നിന്ന് ഞങ്ങള് ജസ്റ്റ് ഒന്നിങ്ങനെ ട്യൂൺ ചെയ്ത് സ്റ്റെപ്പ് ഇടുവായിട്ട് വീഡിയോ കണ്ടിട്ട് പിന്നെ. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രണ്ടുപേരും എത്രാം ക്ലാസ്സിലാണ് അവിടെ ഒരുമിച്ച് പഠിച്ചത്? കേൾക്കുന്നുണ്ടോ എന്നെ? രണ്ടുപേരും എത്രാം ക്ലാസ്സിലാണ് അവിടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതെന്ന് ചോദിക്കുമായിരുന്നു ഞാൻ. പക്ഷെ ഇവര് വേറെ ഡിവിഷനാ. മീറ്റപ്പ് കൊടുക്കുമ്പോ ഞങ്ങളെല്ലാം പരസ്പരം കാണുന്നത്. 10ാം ക്ലാസ്സിലെ എല്ലാവരും കൂടി, എല്ലാവരും എല്ലാ ഡിവിഷൻ. ശശിയേട്ടന് ഓർമ്മയുണ്ടോ? ചിത്ര ചേച്ചി ഓർമ്മയുണ്ടോ അന്നത്തെ കാലത്ത്? അന്നത്തെ താരായിരുന്നു. ആണോ? അന്നും താരമായിരുന്നോ? ആണൊക്കെ വരും. അന്ന് സ്കൂളിലെ എല്ലാ പ്രോഗ്രാമിനും ചേരുമായിരുന്നോ? ഇല്ല, അന്നേരം ഇങ്ങനെ അത്യാവശ്യം നമ്മൾക്ക് 10th 9th ഒക്കെ പഠിക്കുമ്പോ ഞങ്ങള് സ്കൂൾ ഇതുണ്ടാവുമല്ലോ,
പിന്നെന്താ യുവജനോത്സവം. യുവജനോത്സവം. അപ്പൊ ഇങ്ങനെ ഒരു രണ്ടായിട്ട് അത് ഗ്രൂപ്പായിട്ട് ഒറ്റയ്ക്കെന്ന് വെച്ചാൽ സ്റ്റേജ് നോക്കാനേ വരില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ത്രില്ല. ചിത്ര ചേച്ചിക്ക് അറിയത്തില്ലാതെ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ചിത്ര ചേച്ചി അറിയാന്നാണല്ലോ പറയുന്നത്. ശശിചേട്ടൻ അന്നേരം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു ഏതെങ്കിലും ഒക്കെ മത്സരത്തിലൊക്കെ? മത്സരത്തിൽ ഒക്കെ പിന്നെ ഇത് നമ്മുടെ നാടകത്തില്ലേ, ഏകാംഗ നാടകങ്ങൾ പറയുന്ന പോലത്തെ ചെറിയ. പിന്നെ മുതിർന്നപ്പോ പിന്നെ നമ്മുടെ തെരുവ് നാടകങ്ങള്, പിന്നെ ഷെറിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സംവിധായകൻ ഷെറി ചന്ദ്രൻ നരിക്കോട്, നമ്മുടെ കളിപ്പറമ്പിലെ കുറെ സംവിധായകരുണ്ട് ഇപ്പൊ, ഷെറി പിസ, അവരോടൊക്കെ നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ കോവിഡിന് ശേഷം നമ്മളെല്ലാം ബ്ലോക്കായി, എല്ലാം നിർത്തിവെച്ച പോലെ. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ ചിത്രയുടെ കൂടെ ഔപേഷൻ മികിയും ശാരദാന്തരം. എനിക്ക് തോന്നുന്നു ഈ പെർഫോമൻസ് നിങ്ങൾക്ക് ഇനി ഒരുപാട് വേദികളിലേക്കൊക്കെ എത്തിക്കാൻ തോന്നുന്നു. അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ? ചാൻസ് കിട്ടിയിട്ടുണ്ടപ്പോ അടുത്ത പ്രദേശങ്ങളിലൊന്നും വേണ്ട. എന്താണ്, എവിടെ വേണ്ടെന്ന്? അല്ല അടുത്തുണ്ടാവൂലോ. ഓ ശരി 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 ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി പോകും. അങ്ങനെയാണെങ്കിൽ വിളിച്ചാൽ പോവല്ലേ? നമുക്കിതൊരു പരസ്യമായിട്ട് എടുക്കുവാണെങ്കിൽ ഇവരുടെ പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ബുക്ക് ചെയ്യാവുന്നതാണ് അല്ലെ? നേരെ കോണ്ടാക്ട് ചെയ്താൽ ഇവരുടെ പരിപാടി അവതരിപ്പിക്കും. കുറച്ചുകൂടി ഗംഭീരമാക്കി അല്ലേ? ഗംഭീരമാക്കി ചെയ്യും. നിങ്ങളുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ എന്ന് തൊട്ടാണ് തുടങ്ങിയത്? 8 വർഷം കോവിഡിന് മുമ്പേ തുടങ്ങിയതാണ്. ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ നമ്മളെ ഫസ്റ്റ് സംഘം എന്ന് പറയുന്നത് അധ്യാപകരൊക്കെ വീട്ടിൽ പോയി കണ്ട് ആദരിച്ചു, പിന്നെ ക്ഷണിച്ചുകൊണ്ട് ഒരു വലിയ ഹാളിൽ ആദരിച്ചു. അന്നൊക്കെ പിന്നെ കുറച്ച് ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെ അവിടെ കരാക്കെ, ഡാൻസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കോവിഡിന് ശേഷം ഒരു പിന്നെ സംഗമം, അങ്ങനെ 2 വർഷത്തില് ഒരു സംഗമം, 4ാമത്തെ സംഗമമായത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ സംഗമം മുതൽ നമ്മൾ നല്ലൊരു പിന്നെ കമ്മിറ്റിയൊക്കെ, സബ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി നല്ലൊരു ഫോമിലേക്ക് വന്നു. ഇതിനെക്കാട്ടി നല്ലതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ, അതിനെക്കാട്ടി നല്ലതായിരുന്നു ഇപ്രാവശ്യത്തെ. 2 പ്രാവശ്യം 2 സംഗമം ഒന്നിനൊന്ന് മെച്ചം ആണ്. ഈ ശാരദാംബരം കഴിഞ്ഞ സംഗമത്തിൽ കളിച്ചിരുന്നോ? ഇല്ല, ഞങ്ങളൊരു ഡിബേറ്റ് ചെയ്തതാണ്. അതിന് കയ്യടി ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ശാരദാംബരത്തിന്? നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ന്യൂസ് അതാരും ഏറ്റെടുത്തില്ല. നമുക്കതൊന്ന് കണ്ടാലോ? അങ്ങനെ തന്നെയാണോ സ്റ്റെപ്പ്? അതെ, വീണതല്ല, കിടക്കേണ്ടതാണ്. അവിടെ ചെറിയൊരു പാഴ്ച പറ്റിയായിരുന്നു. ഈ ഹാസ്യം ചെയ്യാൻ ഇഷ്ടമാണല്ലേ? ചിരിപ്പിക്കാൻ ഇഷ്ടമാണ് ആളുകളെ. അതെ, എനിക്ക് ആ നേരത്തേലും ആ പെർഫോമൻസിലും അതുണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ടായിരുന്നു. അത് വീണുപോയതല്ല, കിടക്കേണ്ടതാണ്. അപ്പൊ ഒരു സെക്കൻഡ് ലേറ്റ് ആയി പോയി, അതുകൊണ്ട് വീണുപോയി. ശരി ശരി. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ എത്ര നിങ്ങൾക്ക് ഊർജ്ജം തരുന്നുണ്ട്? നിങ്ങളുടെ ഈ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള, നമ്മള് ഭയങ്കര സമയമില്ല, എല്ലാവർക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ജീവിതം അല്ലെ? 2 അറ്റം കൂട്ടിമുട്ടിക്കാനായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇത് തരുന്നൊരു ഊർജ്ജം എത്രത്തോളമാണ് ശശിചേട്ടാ? ഭയങ്കരം. ഇപ്പൊ 2 മാസമായി നമ്മളിത് പ്ലാൻ ചെയ്യും. വർഷത്തേക്കുള്ള ഊർജ്ജം സംഭരിച്ചു. ആണോ? ഈ ഊർജ്ജത്തിന്റെ അളവ് പറയുമ്പോ നമ്മൾ ആദ്യം ഒരു സംഭവം, അത് ഏത് മാസമാവൊന്നുമില്ല. അത് ചിലപ്പോ ഏപ്രിലാവാ, ഒക്ടോബറിലാവാ, മെയ്യിലാവാ, ചിലപ്പോ മഴയത്തെ സമയത്തും ആവാം, പറയാൻ. അപ്പൊ നമ്മളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒക്കെ ഉണ്ട്. അവർ അതൊക്കെ കൂടി എല്ലാരും യോഗ ഒക്കെ വിളിച്ച് ഏത് ഡേറ്റ് വേണം എന്നുള്ളത് ആലോചിച്ച് സബ് കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പോകുക. അതിനൊരു പ്രോഗ്രാം കമ്മിറ്റി ഉണ്ട്, പ്രോഗ്രാം കൺവീനർ ഉണ്ട്. അപ്പൊ ഒരു 2 മാസത്തെ ഒരു പ്ലാനിങ് ഉണ്ട് ഇനി. ഓ ശരി ശരി. ചിത്ര ചേച്ചി, നമ്മള് ഇതിൽ കണ്ടത് അവൈഷൺമുഖിയില് കമൽഹാസൻ സാറിന്റെ മേക്കപ്പ് ഗംഭീരമായിരുന്നു. ആ ഒരു അതിലേക്ക് മാറിയത്, ആ മേക്ക് ഓവർ എന്ന് പറയുന്നത്, ഈ ഡ്രസ്സൊക്കെ ചെയ്തത് സ്വന്തമായിട്ട് തന്നെയാണോ അതോ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഹെൽപ്പ് ചെയ്യാൻ? മേക്കപ്പ് ഞാൻ പിന്നെ അതിന് മുന്നത്തെ ഡാൻസിന് വേണ്ടി ചെയ്തതില് ഒരു ബുദ്ധി മാത്രം വെച്ച്, ബുദ്ധി മാത്രം എക്സ്ട്രാ വെച്ചു. പിന്നെ എന്ന് വെച്ചാൽ സായിക്ക് എനിക്ക് അത്രയും അത് ഉടുക്കാൻ വശമില്ലായിരുന്നു. അതൊന്ന് ടീച്ചറോട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാൻ പറഞ്ഞു. വേറെ ഒന്നും ഇല്ല, ഞങ്ങള് ഡാൻസ് രാവിലെ ചെയ്ത മേക്കപ്പ് തന്നെ ഇത് വന്നത്. ഇതിന് മുന്നേ അമ്പലത്തിൽ കളിച്ചതിന് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടായിരുന്നു. പിന്നെ ഞാനൊരു ഫോട്ടോ കാണിച്ചിട്ട്, കമലഹാസന്റെ ഫോട്ടോ കാണിച്ച് ഏകദേശം അതുപോലെ ചെയ്തു. ആണോ? കമന്റ് ഒക്കെ രണ്ടുപേരും കൂടി ഇരുന്ന് വായിക്കുന്നുണ്ടോ? കമന്റ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഞാൻ വായിക്കണ്ട, എനിക്കെല്ലാം സ്ക്രീൻഷോട്ട്. ഞാൻ ഈ വീഡിയോ ആയിട്ട് ഒരു
കണക്ഷനേ ഇല്ലാന്ന് പറയാം. ഇതെന്താ ലൈഫ് എന്താ ന്യൂസ് എന്താന്നൊക്കെ ഇപ്പൊ ഈ 3-4 ദിവസത്തിനുള്ളിൽ എനിക്ക് അറിയുന്നത്. ആണോ? ഞാനെന്ന് വെച്ചാല് ഒന്ന് ചിരിപ്പിക്കും എല്ലാരും, വേറെ ഒന്നുമില്ല അതിലും കൂടുതൽ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? നമ്മൾ ഒരുപാട് പേരെ ഈ ന്യൂസ് 3 എന്ന് പറഞ്ഞ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ കാലത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല. പക്ഷെ വലുതായപ്പോൾ ഇപ്പോൾ ഡാൻസിലേക്കൊക്കെ ചിലങ്ക അണിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഡാൻസ് പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം. പിന്നെ എന്താണ് പോവാത്തത്? അതന്നെ ഓരോ സാഹചര്യം, ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങള്, കുട്ടികള് അവരെ വലുതാക്കല്, അവരെ അങ്ങനെ നമ്മളെ ഓരോ എന്താ പറയാ ചുമതലകളില്ല. അപ്പൊ അതൊക്കെ നമ്മള് ഒതുക്കി ഒതുക്കി വെച്ച് പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമല്ലേ പുറത്തേക്ക്? പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യണം തോന്നുമ്പോ ആർക്കും ബുദ്ധിമുട്ടില്ലാത്തവരെ നമുക്കും വലിയ എക്സ്പെൻസ് ഒന്നുമില്ല, ഒന്ന് ചെറുതായിട്ട് ഒരു പെൻഡ്രൈവിൽ ഒന്ന് പാട്ട് കയറ്റും, അത്രയേ ഉള്ളൂ. ഇതിലൊരു മെനക്കെട്ട സംഭവം വേറെ ഒന്നുമില്ല. എന്താണ് ചിത്രേച്ചി ചെയ്യുന്നത്? എന്താണ്? ഞാന് ഇപ്പം പ്രൈവറ്റ് ഞാനിപ്പോ വീട്ടിലായിട്ട് അത്യാവശ്യം ഒരു ചെറിയ പാർലറിലെ സെറ്റപ്പ് ഇട്ടിട്ട് ചെയ്യാണ്. ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു, അൾട്രാടെക് കമ്പനീന്റെ. അപ്പൊ ഇപ്പൊ അത് 3 വർഷത്തോളം ഇല്ലാത്ത. അപ്പൊ ഞാനിപ്പം വീട്ടിലിങ്ങനെ ഇത് പഠിച്ചത് കൊണ്ട് ചെറുതായിട്ടൊരു ചെയ്യുന്നു. എന്തായാലും അധ്വാനിക്കുന്നുണ്ട്. ശശിയേട്ടനോ? ഞാൻ താലൂക്ക് സർവേറാണ്, ഞാൻ റവന്യൂ സ്റ്റാഫാണ്. ഓഹോ, ശരി. ഫാമിലി ഒക്കെയോ? ശശിയേട്ടന്റെ ഫാമിലി ഒക്കെയോ? ഭാര്യ, 2 പെൺകുട്ടികള്. മൂത്തത് നഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പോഴും എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തവര് 10th പഠിക്കുന്നു, മൂത്തടുത്ത് 10th പഠിക്കുന്നു. അവരെങ്ങനെയാണ് അച്ഛന്റെ ഈ പെർഫോമൻസും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെയും ഒക്കെ കാണുന്നത്? നമ്മളെല്ലാരും കൂടെ ഈ വീഡിയോ കണ്ടത് വൈറലായതിനു ശേഷം. അപ്പൊ ഭാര്യ എല്ലാരും കൂടി അടിച്ച് പൊളിച്ചു. നല്ല ചിരി, കോമഡി ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് അല്ല, കോമഡി സ്കിറ്റ് പോലെ. ആണോ? അച്ഛന്റെ പെർഫോമൻസും വൈറലായതും ഒക്കെ കുട്ടികൾ കണ്ടിട്ട് എന്ത് പറഞ്ഞു? സന്തോഷാണോ? സന്തോഷം തന്നെ. അവരും നല്ലോണം ഷെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ കോള് വരുന്നുണ്ട്, സ്കൂളിലായാലും ഹോസ്പിറ്റലിലാണ്. ചിത്രേച്ചിയുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? എന്റെ മോളിപ്പം ബാംഗ്ലൂർ ജോലി ചെയ്യുന്നത് HR മാനേജറായിട്ട് ഒരു കമ്പനിയില്, IT കമ്പനിയില്. മകൻ ഷിപ്പിലാ. അപ്പൊ അങ്ങനെ പോവാണ് രണ്ടുപേരും കൂടി. ഇനി എവിടെ നിങ്ങളുടെ അടുത്ത പരിപാടികൾക്കൊക്കെ ഉള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയോ? ഇനി എവിടെയാണ്, എന്താണെന്നൊക്കെ തീരുമാനിച്ചോ? ഒന്നുമില്ല, ആരെയും വിളിച്ചിട്ട് കുറച്ച് ദൂരെയുള്ള സ്ഥലത്താണ് പോകാം. കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത്, അതായത് അടുത്താണെങ്കിൽ പോവാന്നല്ലേ? അടുത്താണെങ്കിൽ എന്താ വെച്ചാൽ ഇവിടെ ഏകദേശം എല്ലാരും ഫോണിൽ കൂടെ എങ്കിലും കണ്ട. എന്റെ മകനിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു തരും. ഇത് ദൂരെ പോവാന്നാണ് പറയുന്നത് ചേച്ചി? ദൂരെ ആണെങ്കിൽ പോവാന്ന്? കുറച്ച് ദൂരെ ആണെങ്കിൽ പോവാം, വേറെ ജില്ലയൊക്കെ അല്ലേ? അപ്പൊ പുതിയ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യും. എന്തായാലും വിളി വരും, രണ്ടുപേർ കൂടെ പോയി തകർത്ത് പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് നന്ദി. നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ, പുതിയ പുതിയ പെർഫോമൻസ് ഒക്കെ വരട്ടെ. താങ്ക് യു സോ മച്ച് അതിഥിയായി എത്തിയതിന്. ശരി. ബൈ.